Welcome to Learnino. In our matrices chapter, MCQs are discussing. First question. Which of the following is or are correct? In a skew Hermitian matrix, the element on the principal diagonal must be purely imaginary. If A is Hermitian matrix, then IA is skew Hermitian matrix. If A is any square matrix, then A minus A theta is skew Hermitian matrix. And fourth option is all of the above. നമ്മൾ ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്യൂ ഹെർമിഷ്യൻ മാട്രിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം A is equal to minus A theta എന്നാണ്. അപ്പോൾ അതിൽ എന്തായാലും പ്രിൻസിപ്പൽ ഡയഗണലിലെ എലമെന്റ്സ് എല്ലാം ഇമാജിനറി ആയിരിക്കണം. ഇനി A ഒരു ഹെർമിഷ്യൻ മാട്രിക്സ് ആണെങ്കിൽ I എന്ന് പറഞ്ഞ സ്ക്യൂ ഹെർമിഷ്യൻ മാട്രിക്സ് ആയിരിക്കും. അത് നമുക്കറിയാം. ഇനി A ഒരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ A മൈനസ് A തീറ്റ എന്ന് പറയുന്നത് സ്ക്യൂ ഹെർമിഷ്യൻ മാട്രിക്സ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Hermitian matrix. Any square matrix is set. Say A is said to be Hermitian matrix if A minus A theta is 0. That is A is equal to A theta. A theta എന്ന് പറയുന്നത് conjugate transpose matrix of A ആണ്. ഓക്കെ, കോൺജുഗേറ്റ് എടുത്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഓരോ എലിമെന്റിന്റെയും കോൺജുഗേറ്റ് എടുക്കുക. A പ്ലസ് ഐ ബി ആണെങ്കിൽ A മൈനസ് ഐ ബി എടുത്തിട്ട് ആ മാട്രിക്സിന് ട്രാൻസ്പോസ് ചെയ്യുന്നതാണ് A theta എന്ന് പറയുന്നത്. ഇനി all the diagonal elements of a Hermitian matrix എന്ന് പറയുന്നത് purely real ആയിരിക്കും. അതേപോലെ any square matrix A is said to be skew Hermitian matrix if A is equal to minus A theta. ഇവിടെ A theta എന്ന് പറയുന്നത് conjugate transpose matrix of A ആണ്. എല്ലാ diagonal elements of a skew Hermitian matrix ഉം purely imaginary അല്ലെങ്കിൽ സീറോ ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The rank of the following n plus 1 cross n plus 1 matrix where A is real number is. അപ്പോൾ നമ്മുടെ മാട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്, n plus 1 by n plus 1 മാട്രിക്സ് ആണ്. ഇതിലെന്ന് പറയുമ്പോൾ എല്ലാ റോസും സെയിം ആണ്. അപ്പൊ എന്തായിരിക്കും, നമുക്ക് ഇതിന്റെ റാങ്ക് വന്നിട്ട് 1 ആയിരിക്കും. കാരണം നമുക്കിത് മൈനസ് ചെയ്ത് എഴുതാം. R2 minus R1, R3 minus R1, അങ്ങനെ Rn plus 1 minus R1 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സീറോ ആയി പോകും. അതിനുശേഷം നമുക്ക് ഈ ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ഏത് മൈനർ എടുത്താലും സീറോ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മളിത് യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് പറയാം. റാങ്ക് ഓഫ് എ മാട്രിക്സ്. ദി റാങ്ക് ഓഫ് എ മാട്രിക്സ് ഈസ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ഇറ്റ്സ് എക്കലോൺ ഫോം. For large matrices larger than 3 cross 3, the rank can be calculated easily by using the echelon form. Echelon form. A matrix is said to be in echelon form if leading non-zero elements in each row is behind the leading non-zero elements in the previous row. Leading non-zero elements. എല്ലാ റോയിലും leading non-zero elements in the previous row, in the തൊട്ട് മുന്നത്തെ റോയിലെ leading non-zero elementനേക്കാളും ചെറുതായിരിക്കും. All the zero rows are below all the non-zero rows. എല്ലാ സീറോ റോസും എല്ലാ non-zero റോസിന്റെയും താഴെയായിരിക്കും. അതാണ് ഇതിന്റെ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റാങ്ക് ഈസ് 1. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു റോ മാത്രം നോൺ സീറോ എന്നിട്ട് ബാക്കിയെല്ലാം സീറോ ആയിരിക്കും. അപ്പോൾ വിച്ച് ഈസ് ഇൻ എക്കലോൺ ഫോം ആൻഡ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോ ഈസ് 1. ഹെൻസ് റോ ഓഫ് A ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഓർഡർ ഓഫ് A ഈസ് 4/3. ദി ഓർഡർ ഓഫ് B ഈസ് 4/5 ആൻഡ് ദി ഓർഡർ ഓഫ് C ഈസ് 7/3. What is the order of A transpose B whole transpose C transpose? A transpose B whole transpose പറയുമ്പോൾ B transpose A transpose whole transpose. അത് B transpose A C transpose ആവും. അപ്പോൾ B transpose എടുത്തു കഴിഞ്ഞാൽ 5/4, A എടുത്തു കഴിഞ്ഞാൽ 4/3.
അപ്പൊ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 5/3 കിട്ടും. വീണ്ടും നമ്മൾ C ട്രാൻസ്പോസ് വെച്ച് 3/7. അപ്പൊ 5/3 പിന്നെ 3/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/7 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് കൺസെപ്റ്റ് പറയാം. To multiply an m by n matrix by n by p matrix, the n must be the same and the result is an m by p matrix. ആദ്യത്തേന്റെ റോയും രണ്ടാമത്തേന്റെ കോളം m by p matrix. And ആദ്യത്തേന്റെ കോളംസിന്റെയും രണ്ടാമത്തേന്റെ റോസിന്റെയും എണ്ണം സെയിം ആയിരിക്കണം. If A be a matrix of order m by n, then the order of the transpose matrix is n by m. അതിന്റെ ഓർഡർ നേരെ തിരിച്ചു വരും. ആദ്യത്തേന്റെ റോസ് രണ്ടാമത്തേന്റെ ട്രാൻസ്പോസിന്റെ കോളംസിന്റെ നമ്പർ ആയിരിക്കും. ആദ്യത്തേന്റെ കോളമിന്റെ നമ്പർ ട്രാൻസ്പോസിന്റെ റോന്റെ നമ്പർ ആയിരിക്കും. ഇത് കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഓർഡർ ഓഫ് എ ഈസ് 4/3, ഓർഡർ ഓഫ് ബി ഈസ് 4/5, ഓർഡർ ഓഫ് സി ഈസ് 7/3. Transpose of the matrix obtained by interchanging the rows and columns of the original matrix. Order of A transpose is 3/4. Order of C transpose is 3/7. Now A transpose B and order 3/5 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഓർഡർ ഓഫ് A transpose B എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. അപ്പൊ അതിന്റെ ട്രാൻസ്പോസിന്റെ ഓർഡർ 5/3 ആയിരിക്കും. അതിനെ നമ്മൾ C ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/3 3/7. അപ്പൊ 5/7 അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ 3 5/7. If A is -1 4 5 8, trace of the matrix A. മാട്രിക്സിന്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലിമെന്റ്സ് ആയിരിക്കും. അപ്പോൾ -1 + 8 is 7. 7 ആണ് ആൻസർ. If A is an involuntary matrix and I is a unit matrix of same order, then I minus A into I plus A. അപ്പോൾ ഇൻവോളണ്ടറി മാട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താ? A² = I. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I² - A² എന്ന് കിട്ടും. I minus A², അത് 0 ആയിരിക്കും. So answer is 0 matrix. If the order of the matrix is m by n, then how many elements will be there in the matrix? Order m by n ആണെങ്കിൽ m into n ആയിരിക്കും അതിന്റെ number of elements. So answer is option A, mn. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not a possible ordered pair for a matrix with 6 elements? 6 elements ഉള്ള ഒരു മാട്രിക്സിന് ഇതിൽ ഏതാണ് പോസിബിൾ ഓർഡേർഡ് പെയർ അല്ലാത്തതെന്ന്. അപ്പോൾ എലിമെന്റ്സിന്റെ ടോട്ടൽ എണ്ണം 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് റോസിന്റെ നമ്പർ ഓഫ് കോളംസ് 6 ആയിരിക്കണം. അങ്ങനെയുള്ളതൊക്കെ പോസിബിൾ ആയിരിക്കും, അങ്ങനെ അല്ലാത്തത് പോസിബിൾ ആവില്ല. അപ്പൊ ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ 2 × 3 6 ആണ്, 3 × 2 6 ആണ്, 1 × 6 6 ആണ്. അപ്പൊ ഇതെല്ലാം പോസിബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ 3 1 ആണ്. 3 × 1 3 ആണ്. ഇറ്റ് ഇസ് നോട്ട് 6. അതുകൊണ്ട് ഇതൊരു പോസിബിൾ ഓർഡേർഡ് പെയർ അല്ല. ഓക്കെ, ഇനി ട്രാൻസ്പോസ് ഓഫ് എ റെക്ടാങ്കുലർ മാട്രിക്സ് ഈസ്, ഒരു റെക്ടാങ്കുലർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ഇപ്പൊ m by n ആയിരിക്കും. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ n by m ആയിരിക്കും ഓർഡർ. അതും ഒരു റെക്ടാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ആൻ എക്കലോൺ ഫോം ഈസ് കോൾഡ്. എക്കലോൺ ഫോമിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതിലാണ് നമ്മൾ എന്താണ് ബൈ ഡെഫിനിഷൻ പറയുന്നത്? റാങ്ക് ഓഫ് എ മാട്രിക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ റാങ്ക് ഓഫ് എ മാട്രിക്സ് ആണ്. ഓക്കെ, താങ്ക് യു.